ഹലോ, എല്ലാവർക്കും PSC മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോബൽ പുരസ്കാരത്തിന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ നോബൽ പുരസ്കാരം എന്ന് പറയുന്നത് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പഠനത്തിൽ നമുക്കറിയാമല്ലേ. കാരണം കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു ഭാഗത്ത് മാത്രമല്ല, മറ്റുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള വിഷയങ്ങളിലും അല്ലെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കുകളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കാണാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ പരീക്ഷയുടെ പാറ്റേണും മാറി, സ്റ്റേറ്റ്മെന്റും ആയി. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് ആർക്ക് ലഭിച്ചു എന്നുള്ളത് മാത്രമായിരിക്കില്ല ചോദിക്കാനായിട്ട് സാധ്യത. എന്തിനാണ് ലഭിച്ചത്, എന്തായിരിക്കും അവരുടെ ആ ഒരു സംഭാവന എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളല്ലേ. അത് മാത്രമല്ല, 2023 അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നോബൽ പുരസ്കാരം കൊടുത്തിട്ടുള്ളത് മാത്രമായിരിക്കില്ല. ഈ സ്റ്റാറ്റിക് വിഷയങ്ങളിലേക്ക് ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ 2020 മുതലുള്ള ചോദ്യങ്ങളും ചോദിച്ചു കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് എന്നൊരു രീതിയിൽ കണ്ടുകൊണ്ട് മാത്രമായിരിക്കരുത് നമ്മൾ ഈ നോബൽ പുരസ്കാരങ്ങളെ സമീപിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇന്ന് എക്കണോമിക്സിലുള്ള നോബൽ പുരസ്കാരങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? എൻ്റെ പേര് ഋതുനന്ദ എന്നാണ്. ഞാനിവിടെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഫാക്കൽറ്റിയാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്തൊക്കെയാണ് നോബൽ പുരസ്കാരം എക്കണോമിക്സ് എന്ന വിഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. 1901 ആൽഫ്രഡ് നോബൽ പുരസ്കാരങ്ങളുടെ ആ ഒരു വില്ല് കൊടുക്കുമ്പോൾ, അദ്ദേഹം ഈ നോബൽ പുരസ്കാരങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പേരിൽ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് ഈ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം അതിൽ ആഡ് ചെയ്യപ്പെട്ടിരുന്നില്ല. പിന്നീട് 1968 സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉള്ള നോബൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം പ്രഖ്യാപിക്കപ്പെടുന്നത്. 1969 മുതലാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരങ്ങൾ കൊടുത്തു വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വീഡിഷ് സെൻട്രൽ ബാങ്ക് ആണ് സാമ്പത്തിക ശാസ്ത്രം വിഭാഗത്തിലുള്ള നോബൽ പുരസ്കാരങ്ങൾ നൽകി വരുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടും കൂടിയാണ്. അതുകൊണ്ട് ആ ഒരു പോയിന്റും കൂടെ നോക്കി വെക്കുക. നമുക്ക് അടുത്ത് നോക്കാം. 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ക്ലോഡിയ ഗോൾഡിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് കണ്ടെത്തലിനാണ് ഈ ഒരു സാമ്പത്തിക ശാസ്ത്ര നോബൽ ലഭിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഡ്വാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വിമൻസ് ലേബർ മാർക്കറ്റ് ഔട്ട്കംസ്. അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര വിഭാഗമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എന്താണ്? അഡ്വാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വിമൻസ് ലേബർ മാർക്കറ്റ് ഔട്ട്കംസ് എന്നുള്ളതാണ് ആ ഒരു വിഭാഗം, അല്ലെ ആ വിഭാഗത്തിലുള്ള പഠനത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോഡിയ ഗോൾഡിൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ടാവും. എന്താണ്? വനിതയാണല്ലേ ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്, വനിതയാണ്. അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിൽ സമ്മാനം ലഭിച്ചിട്ടുള്ള, നോബൽ പുരസ്കാരം നേടിയിട്ടുള്ള വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ. ഇതുവരെ 3 വനിതകൾക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ 3ാമത്തേതാണ് ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരെയും കൂടെ നമ്മൾ നോക്കണമല്ലോ. 2009 ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിന് ഈ ഒരു നോബൽ പുരസ്കാരം ലഭിക്കുന്നത് ഒരു വനിതയ്ക്ക്. ആരാണത്? എലിനർ ഓസ്ട്രോമിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. എലിനർ ഓസ്ട്രോം. അതിനുശേഷം 2019 ലഭിച്ചു എസ്തർ ഡഫ്ലോ എന്നിവർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 3 വനിതകളാണ് ഈ ഒരു പുരസ്കാരം നേടിയിട്ടുള്ളത് എന്നുകൂടി ഒന്ന് എക്സ്ട്രാ ഫാക്ട് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലോഡിയ ഗോൾഡിനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം 3 വനിതകളെ ആകെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരം നേടിയിട്ടുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഫാക്ട് ആയതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് നോക്കി വെച്ചേക്കാം. ഇനി അടുത്തതായിട്ട് 2022 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് നോക്കാം. ആരൊക്കെയാണ്? ബെൻ ബെർനാങ്കെ, ഡഗ്ലസ് ഡയമണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പ് ഡൈബിംഗ് എന്നീ 3 പേർക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ബെൻ ബെർനാങ്കെ, ഡഗ്ലസ് ഡയമണ്ട്, അതുപോലെ തന്നെ ഫിലിപ്പ് ഡ്വൈബിംഗ് എന്നിവർക്കാണ് 3 പേർക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ കോഡ് വെച്ച് ഈ ഒരു വിഷയം ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്ത് കണ്ടെത്തലിനാണ് ഇവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്കുകളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും കുറിച്ചുള്ള ഗവേഷണത്തിനാണ്. അപ്പോൾ ബാങ്കുകളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ
എന്നുള്ള വിഭാഗത്തിലുള്ള പഠനത്തിനും കൂടിയാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്, നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്നുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പേരുകളും 2022 അതുപോലെ തന്നെ അവർ എന്ത് വിഭാഗത്തിലാണ് ഗവേഷണം നടത്തിയിട്ടുള്ളത് എന്നും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. അടുത്തതിലേക്ക് പോവാം. 2021 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ആരൊക്കെയാ? ആദ്യമായിട്ട് ഡേവിഡ് കാർഡിനാണ്. അതുപോലെ തന്നെ ജോഷ്വ ഡി ആംഗ്രിസ്റ്റും അതുപോലെ ഗൈഡോ ഡബ്ല്യു ഇബൻസും, ഈ 3 പേരാണ് പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത് 2021. എന്ത് സംഭാവനയ്ക്കാണ്, എന്ത് കണ്ടെത്തലിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊഴിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ സംഭാവനകൾക്ക്. എന്താണ്? തൊഴിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ സംഭാവനകൾക്ക്. അപ്പോൾ ജോബുമായിട്ട്, ഒക്കുപേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ആരൊക്കെയാ നോക്കി വെക്കുക? ഡേവിഡ് കാർഡ്, അതുപോലെ ജോഷ്വ ഡി ആംഗ്രിസ്റ്റ്, ഗൈഡോ ഡബ്ല്യു ഇബൻസ് എന്നിവർക്കാണ്. അപ്പോൾ ആ ഒരു കാര്യം നോട്ട് ചെയ്തല്ലോ. ഒരു എന്താ പറയാ, ആർക്കാ ലഭിച്ചെന്നുള്ളത് മാത്രം പഠിച്ചാൽ പോരാ, എന്ത് വിഷയത്തിലാണ് അവർ ഗവേഷണം ചെയ്തിട്ടുള്ളത് എന്നുകൂടി നോക്കി വെക്കുന്നത് ഒരു അഡ്വാൻസ് ലെവലിൽ നമ്മുടെ പരീക്ഷയ്ക്ക് സഹായിക്കും എന്നുള്ളത് നോക്കുക. അടുത്തതായിട്ട് 2021 നോക്കി 2020 നോബൽ പുരസ്കാരം സാമ്പത്തിക ശാസ്ത്രത്തിൽ നേടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് എന്ന് നോക്കാം. 2 പേരാണ് ഇവിടെ പഠിക്കാനുള്ളത്. ആരൊക്കെയാണ്? പോൾ ആർ മിൽഗ്രോം, റോബർട്ട് ബി വിൽസൺ. അവര് 2 പേരും എന്ത് ഗവേഷണത്തിനാണ് ഈ പുരസ്കാരം നേടിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലേല സിദ്ധാന്തം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ലേല ഫോർമാറ്റുകളുടെ കണ്ടുപിടുത്തങ്ങൾക്കും വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ്? ലേല സിദ്ധാന്തം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ലേല ഫോർമാറ്റുകളുടെ കണ്ടുപിടുത്തങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എന്നുള്ളൊരു വിഭാഗത്തിലാണ് അവര് ഗവേഷണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പൊ സാമ്പത്തിക ശാസ്ത്രമാണല്ലോ, അപ്പൊ ആ വിഷയത്തിലുള്ള ആ രീതിയിലുള്ള ഗവേഷണങ്ങളായിരിക്കും അവർ നടത്തുക. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2020 നോബൽ പുരസ്കാരം ആർക്കൊക്കെയാണ് നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം. ഓക്കെ, ഇന്ന് നമ്മൾ നോബൽ പുരസ്കാരത്തിലെ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള വിഭാഗത്തില് 2020 മുതൽ 2023 വരെ ആർക്കൊക്കെ പുരസ്കാരം നേടി എന്നുള്ളത് നമ്മൾ നന്നായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. എന്ത് വിഷയത്തിലാണ് അവർ ഗവേഷണം നടത്തിയിട്ടുള്ളത് എന്നും കൂടി നമുക്ക് നന്നായിട്ട് പഠിച്ചു പോകാനായിട്ട് സാധിച്ചു. ഓക്കെ, നോബൽ പുരസ്കാരം മാത്രമല്ല, ഇതുപോലെ എക്സാമിന് വളരെയധികം പ്രിയപ്പെട്ട പല വിഷയങ്ങളും ഉണ്ട്. ഈ വിഷയങ്ങൾ കണ്ടെത്തി സ്മാർട്ടായിട്ട് പഠിക്കുമ്പോഴേ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ LDC പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു ഭാഗം തന്നെയാണ് നോബൽ പുരസ്കാരം എന്ന് പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഇത് നന്നായിട്ട് പഠിച്ചു പോകാനായിട്ടും കൂടെ ശ്രമിക്കുക. കാരണം നോബൽ പുരസ്കാരങ്ങളാണ്, നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു വിഷയത്തിലുള്ള പ്രധാനപ്പെട്ട നോബൽ പുരസ്കാരങ്ങളും അവരുടെ ഗവേഷണങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് എത്തിച്ചേരാം. വീണ്ടും കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.